നാഷണൽ ഹെറാൾഡ് കേസിൽ നെഹ്റു കുടുംബത്തിന് ആശ്വാസം. ഇ ഡി കുറ്റപത്രത്തിൽ ഇടപെടാതെ റോസ് അവന്യൂ കോടതി. വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, കുറ്റപത്രം സ്വീകരിക്കാതെ അന്വേഷണം നടത്തണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ആശ്വാസകരമായൊരു വാർത്ത തന്നെയാണ് വരുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഷീജ, നെഹ്റു കുടുംബത്തിനൊരു താൽക്കാലിക ആശ്വാസം എന്ന് തന്നെ നമുക്ക് പറയാം ഇതിനെ. കാരണം ഇ ഡി കുറ്റപത്രത്തിൽ 5000 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ, ക്രമക്കേടുകൾ നടന്നു എന്നുള്ളതാണ്, കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്നുള്ളതാണ് പ്രധാനമായും കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയത്. അതേസമയം തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് പോയി എന്നുള്ളതായിരുന്നു കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത്. ഇതിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ 6 പേർക്ക് പങ്കുണ്ട്. ഇവരൊക്കെ തന്നെയാണ് പ്രധാനമായും ഇതിന്റെ ഇടനിലക്കാർ എന്നുള്ളത് തന്നെയാണ് കോടതിയിൽ ഇ ഡി വ്യക്തമാക്കിയത്. പക്ഷേ ആ കുറ്റപത്രമാണ് ഇപ്പോൾ റോസ് അവന്യൂ കോടതി അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കുന്നത്. ഇതിന് തുടർ അന്വേഷണം നടക്കണം എന്നുള്ളതാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇതിനൊരു സാങ്കേതിക വശമാണ് പ്രധാനമായും ഈ കുറ്റപത്രം സ്വീകരിക്കുന്നതിൽ കോടതി പറഞ്ഞത്. കാരണം ഇതൊരു സ്വകാര്യ അന്യായം, സുബ്രഹ്മണ്യ സ്വാമി കൊടുത്ത ഒരു സ്വകാര്യ ഹർജിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് എടുക്കുന്നത്. അത്തരം നടപടിയിലേക്ക് മുന്നോട്ട് പോയത്. പക്ഷേ അതിൽ FIR രജിസ്റ്റർ ചെയ്യാതെ ആ പരാതിയുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയും കിട്ടിയ വിവരങ്ങൾ ലഭ്യമാക്കി ഒരു കുറ്റപത്രം സമർപ്പിക്കുകയുമാണ് ചെയ്തത് എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയത്. അത് പറ്റില്ല, തുടരന്വേഷണം ഇക്കാര്യത്തിൽ നടക്കണം. മാത്രമല്ല ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട നിലവിൽ ഡൽഹി പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ രജിസ്റ്റർ ചെയ്ത FIR വേണമെങ്കിൽ ഇ ഡിക്ക് അത് പരിശോധിക്കുകയോ അതിന്റെ തുടരന്വേഷണം ഏറ്റെടുക്കുകയൊക്കെ ചെയ്യാം. ആ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷേ ഈ ഘട്ടത്തിൽ ഈ കുറ്റപത്രം അംഗീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തന്നെ കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതൊരു താൽക്കാലിക ആശ്വാസം എന്ന് പറയുന്നത്. കാരണം നിലവിലെ സാഹചര്യത്തിൽ ഡൽഹി പോലീസിന്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു FIR ഉണ്ട്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അത് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഇ ഡിയുടെ കുറ്റപത്രം കഴിഞ്ഞ 6 മാസം മുന്നേ കോടതിക്ക് മുൻപിൽ സമർപ്പിച്ചതാണ്. അതിലാണ് ഇപ്പോൾ ഒരു തുടർ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ എടുത്തിരിക്കുന്ന FIR-മായി ബന്ധപ്പെട്ട് തുടരന്വേഷണം ഉണ്ടാകുമോ, അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിന്റെ പുതിയ FIR ഇ ഡി രജിസ്റ്റർ ചെയ്യുമോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും അറിയാനുള്ളത്. ഏതായാലും ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായും പാലിച്ചല്ല ഇത് നടപ്പിലാക്കിയത് എന്നുള്ളതാണ് പ്രധാനമായും കോടതി കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിരുന്നത് ഈ നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായ വൈര്യം തീർക്കാനുള്ള നീക്കങ്ങൾ ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഇ ഡി ഉപയോഗിച്ച് BJP നടത്തുന്നു എന്നുള്ളതായിരുന്നു. ഏറെക്കുറെ ആ ആരോപണങ്ങൾ ശരിവെക്കുന്ന ഒരു നിലപാട് ഇപ്പോൾ കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നു. ശ്രീജ, ശരി പ്രശാന്ത്. നാഷണൽ ഹെറാൾഡ് കേസിൽ നെഹ്റു കുടുംബത്തിന് ആശ്വാസം. വിവരങ്ങളുമായി ചേരുകയായിരുന്നു കെ പ്രശാന്ത്.